ഏവർക്കും വിശംസിതയായിരിക്കട്ടെ. അതോടൊപ്പം ദുഃഖാനയുടെ തിരുനാൾ ആശംസകളും. ഇന്ന് അവസാനത്തെ ഭാഗമാണ്. ദുഃഖാനയുടെ ചരിത്രങ്ങളിലൂടെ നാം യാത്ര ചെയ്തു. അതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് വരികയാണ്. ഇന്ന് 2 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഞാൻ തരുന്നത്. ഒന്ന്, എന്തുകൊണ്ടാണ് അപ്പോസ്തലിക നടപടി പുസ്തകത്തിൽ വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ സുവിശേഷ യാത്രയെപ്പറ്റിയും ദൗത്യത്തെപ്പറ്റിയും ഒന്നും പറയാത്തത്? 2, കേരളത്തിലായിരുന്ന വിശുദ്ധ തോമാസ് ശ്ലീഹ എങ്ങനെ നൈലാപ്പൂരിൽ എത്തി? എവരെയും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ്. എവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. 30ഓളം വിഷയങ്ങളുമായി മാനുവൽ ടീച്ചേഴ്സ് ചാനൽ. എന്തുകൊണ്ടാണ് വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ ഇന്ത്യ പ്രേക്ഷിത യാത്രയെപ്പറ്റി, സുവിശേഷത്തിനായി അയക്കുന്നതിനെപ്പറ്റി അപ്പോസ്തല നടപടി പുസ്തകത്തിൽ ഒരു സൂചനകളും നൽകാത്തത് എന്ന് നമുക്ക് ചിന്തിക്കാം. തോമാസ് ശ്ലീഹ ഇന്ത്യയിൽ വന്നിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ ഈ ഒരു കാര്യം പലരും പറയാറുണ്ട്. നടപടി പുസ്തകത്തിൽ പേരില്ലാത്തത് കൊണ്ട് തോമാസ് ശ്ലീഹ പിന്നെ എവിടെ പോയി? അങ്ങനെയെങ്കിൽ അതിൽ പറയാത്ത 4 ശിഷ്യർ വേറെയുണ്ട്. അപ്പോൾ അവരൊരിടത്തും പോയില്ലേ? തോമാസ് ശ്ലീഹായുടേത് ബൈബിൾ പറയുന്നതും വിശ്വാസ പാരമ്പര്യങ്ങളും വിശ്വാസ സത്യങ്ങളും ആണെന്നറിയുക. വാചിക പാരമ്പര്യങ്ങളാണ്, അതായത് നാളുകളായി, വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി തുടർന്നു വന്ന വാമൊഴികളാണ് വരമൊഴിയായതും അതോടൊപ്പം ലിഖിതങ്ങൾ ആയതെന്നും അറിയുക. ബുക്ക് ഓഫ് എസ്തർ, അതായത് എസ്തറിന്റെ പുസ്തകത്തിൽ ഇന്ത്യ മുതൽ എത്യോപ്യ വരെ എന്ന പരാമർശമുണ്ട്. എസ്തറിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 1-ാം വാക്യം. 2 മക്കാബയറിൽ ഇന്ത്യൻ ആനകൾ എന്ന് പരാമർശിക്കപ്പെടുന്നു. 2 മക്കാബയർ 13-ാം അധ്യായം 2-ാം വാക്യം. ഇതിലൂടെ ബൈബിൾ എഴുതപ്പെട്ട കാലത്ത് ഇന്ത്യ പരിചിതമായ ദേശമായിരുന്നു എന്ന് മനസ്സിലാക്കാവുന്നതാണ്. എന്തുകൊണ്ടാണ് അപ്പോസ്തലന്മാർ നടപടി പുസ്തകത്തിൽ തോമാസ് ശ്ലീഹയുടെ ഇന്ത്യ യാത്ര പറയുന്നില്ല എന്നത്? അതിൽ വ്യക്തമായി പറയാവുന്ന ഒന്ന് തന്നെയാണ്. ഇതിനു മുമ്പുള്ള പാർട്ടിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. AD 62 ആ കാലഘട്ടങ്ങളിലാണ് അപ്പോസ്തല നടപടി പുസ്തകങ്ങൾ എഴുതിയത്. വിശുദ്ധ പൗലോസ് മരിച്ചിട്ടില്ല, അതോടൊപ്പം തന്നെ പത്രോസുമില്ല. ഒരുപക്ഷെ അതിന് മുമ്പാകാം, അല്ലെങ്കിൽ AD 42 ആ കാലഘട്ടങ്ങളിലാവാം ഒരുപക്ഷെ അപ്പോസ്തല നടപടികൾ വിശുദ്ധ ലൂക്ക എഴുതിയത്. അതുകൊണ്ട് തന്നെ ആവാം ഇത് വരായിരുന്നത്. ഈ അപ്പോസ്തല നടപടി ലക്ഷ്യം എന്താണ്? ഓരോരുത്തർ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്ന് പറയാനാണോ? അതല്ല. അല്ലെങ്കിൽ അവരുടെ ജീവചരിത്രമോ അവരുടെ മരണമോ പറയലല്ല അപ്പോസ്തല നടപടി പുസ്തകത്തിന്റെ ലക്ഷ്യം. എല്ലാ അപ്പോസ്തലന്മാരുടെയും ജീവചരിത്രമോ യാത്രയും അവരുടെ ജീവിതചര്യകളും എന്നതിനേക്കാളുപരി ജെറുസലേമിൽ നിന്ന് റോം വരെ സുവിശേഷം എങ്ങനെ എത്തി എന്ന് വിവരിക്കുക ആണ് അതിന്റെ ലക്ഷ്യം. 12 അപ്പോസ്തലന്മാരിൽ പലരെയും കുറിച്ച് പിന്നീട് ഒന്നും പറയുന്നില്ല. ഉദാഹരണമായി അപ്പോസ്തലനായ അന്ത്രയോസ്, അതായത് ആൻഡ്രൂസ്, പിന്നെ അപ്പോസ്തലനായ ബർത്തലോമിയ, അപ്പോസ്തലനായ മത്തായി, ഇവരൊക്കെ എവിടെ പോയി? തോമാസ് ശ്ലീഹ എവിടെ പോയി? ഇതൊന്നും നടപടി പുസ്തകത്തിൽ പറയുന്നില്ല. അതുകൊണ്ട് ബൈബിളിനെ നോക്കിക്കൊണ്ട്, ബൈബിളിനെ അളവുകോലാക്കിക്കൊണ്ട് ദയവായി ഇതുപോലുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കരുത്. ഉയർന്നവർ സംസാരിക്കുമ്പോൾ താഴ്ന്നവർ വിശ്വസിക്കും, സാധാരണക്കാരും. പുസ്തകത്തിന്റെ കേന്ദ്ര കഥാപാത്രങ്ങൾ നടപടി പുസ്തകത്തിന്റെ ആദ്യ ഭാഗം പ്രധാനമായും പറയുന്നത് പത്രോസിനെ പറ്റിയാണ്, അല്ലെ? കേപ്പ എന്ന പത്രോസിനെ പറ്റിയാണ്. പിന്നീട് ഏതാണ്ട് മുഴുവൻ പുസ്തകവും ആരെ പറ്റിയാണ്? വിശുദ്ധ പൗലോസ് അപ്പോസ്തലനെ പറ്റിയാണ്, അല്ലേ? പൗലോസ് അപ്പോസ്തലന്റെ മിഷനറി യാത്രകളാണ്. അതിനാൽ മറ്റ് അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷകൾ സ്വാഭാവികമായി ഒഴിവാക്കി. ലൂക്കായ്ക്ക് ഇവയെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടാവില്ല. തോമാസ് ശ്ലീഹയുടെ ഇന്ത്യൻ യാത്രയെക്കുറിച്ചുള്ള വിശ്വസനീയമായ
വിവരങ്ങൾ അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ ലക്ഷ്യത്തിന് ഇത് തോമാശ്ലീഹയുടെ യാത്ര ആവശ്യവും ആയിരിക്കില്ല. നടപടി പുസ്തകം പൗലോസ് അപ്പോസ്തലൻ റോമിൽ തടവിൽ കഴിയുന്ന ഇടത്താണ് അവസാനിക്കുന്നത്. അതായത് ഏകദേശം AD 62 പൗലോസിന്റെ രക്തസാക്ഷിത്വം പോലും അതിൽ പറയുന്നില്ല. പത്രോസിന്റെ രക്തസാക്ഷിത്വം ഒട്ടും. അതുകൊണ്ട് തന്നെ തോമാശ്ലീഹയുടെ ഇന്ത്യ യാത്ര ഇല്ലാത്തത് ഒരു അത്ഭുതമായും ചിന്തിക്കേണ്ട, അത് യാഥാർത്ഥ്യമല്ലെന്ന് ചിന്തിക്കേണ്ട, അത് സത്യമല്ലെന്നും ചിന്തിക്കേണ്ട. നടപടി പുസ്തകത്തിൽ തോമാശ്ലീഹയുടെ ഇന്ത്യ യാത്ര ഇല്ല എന്നത് അദ്ദേഹം ഇന്ത്യ വന്നില്ല എന്ന തെളിവോ പ്രഖ്യാപിക്കലോ കുറ്റപ്പെടുത്തലോ അല്ലെങ്കിൽ ഒഴിവാക്കലോ ആകരുത്. അതുപോലെ പത്രോസിന്റെയും പൗലോസിന്റെയും മരണവും നടപടി പുസ്തകങ്ങളിലില്ല, അതുകൊണ്ട് മരിച്ചില്ല എന്നും ചിന്തിക്കരുത്. നടപടി പുസ്തകത്തിന്റെ ലക്ഷ്യം എല്ലാ അപ്പോസ്തലന്മാരുടെയും ജീവചരിത്രം എഴുതുകയല്ല എന്ന് ഞാൻ പറഞ്ഞു. ജെറുസലേമിൽ നിന്ന് റോമിലേക്കുള്ള സുവിശേഷത്തിന്റെ വ്യാപനം തന്നെയാണ്. മറ്റൊരു പാരമ്പര്യം ഇവിടെ ഞാൻ പറയുകയാണ്, ഞാൻ പറഞ്ഞു വന്നതാണ്, വീണ്ടും പറയുകയാണ്. ആക്ട്സ് ഓഫ് തോമസ്, അതും അതോടൊപ്പം തന്നെ സഭാ പാരമ്പര്യവും. ആക്ട്സ് ഓഫ് തോമസിൽ പറയുന്നത് തോമാശ്ലീഹയ്ക്ക് ഇന്ത്യയിലേക്ക് പോകാനുള്ള മടിയുള്ള കാര്യവും ആ ലെറ്ററിന്റെ കാര്യം, അബാനസ് രാജാവിന്റെ ലെറ്ററിന്റെ കാര്യവും ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. ഗൊണ്ടോഫ്രസ് രാജാവിന്റെ കാര്യം, അദ്ദേഹത്തിന്റെ സ്ഥലം പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ ആ ഒരു പ്രദേശമാണെന്ന്. അന്ന് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനൊന്നും മാറിയിട്ടൊന്നുമില്ല, ഇന്ത്യ ഇങ്ങനെ ഇടയ്ക്ക്. ഗൊണ്ടോഫ്രസ് രാജാവിന്റെ പ്രദേശവും കേരളത്തിലും മൈലാപ്പൂരിലെ അല്ല. പിന്നെ കേരളത്തിലും മൈലാപ്പൂരിലും എങ്ങനെയാണ് ഇത് തോമാശ്ലീഹ വന്നത്? ഇവിടെയാണ് ആക്ട്സ് ഓഫ് തോമസിലും ഇന്ത്യൻ സഭാ പാരമ്പര്യത്തിലും വ്യത്യാസം കാണുന്നത്. ഇന്ത്യൻ മാർത്തോമ പാരമ്പര്യം പറയുന്നത് വിത്ത് തോമാശ്ലീഹ കൊടുങ്ങല്ലൂരിൽ അല്ലെങ്കിൽ മുസ്ലിസിൽ എത്തിയെന്നാണ്. വർഷങ്ങളോളം കേരളത്തിൽ സുവിശേഷം പ്രസംഗിച്ചു, 7 പള്ളികൾ സ്ഥാപിച്ചു. തുടർന്ന് കിഴക്കൻ തീരത്തുള്ള മൈലാപ്പൂരിലേക്ക് ഇത് തോമാശ്ലീഹ പോയി. അവിടെയും സുവിശേഷം പ്രസംഗിച്ച ശേഷമാണ് രക്തസാക്ഷിയത്. അപ്പൊ മനസ്സിലാക്കുക, കേരളത്തിലെ സുവിശേഷം പ്രസംഗിച്ച ശേഷമാണ് അങ്ങോട്ട് പോയത്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം വന്നപ്പോഴും, AD 1942 വന്നപ്പോഴും അദ്ദേഹം കേരളത്തിൽ മാത്രമല്ലല്ലേ, ഗോവയിൽ പോയി, തമിഴ്നാടിന്റെ കോസ്റ്റൽ ഏരിയകളിൽ പോയി, ഇന്ത്യയുടെ കോസ്റ്റൽ ഏരിയകളിൽ പോയി, അതുപോലെ തന്നെ ചൈനയിലേക്കും പോയി. അതുപോലെ വിശുദ്ധ തോമാശ്ലീഹ ഒരു സ്ഥലം മാത്രമല്ല വിവിധ സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് ചെയ്തത്. അദ്ദേഹം മൈലാപ്പൂരിലേക്ക് പോയതിന് സമകാലികമായ രേഖകളില്ല, എന്നാൽ ചരിത്രപരമായി ചില സാധ്യതകളുണ്ട്. മൈലാപ്പൂർ എന്ന് പറയുന്നത് ഒരു പ്രധാന തുറമുഖമാണ്. ഒരു കപ്പൽ യാത്രയാണെങ്കിലും അവിടെ മുട്ടിയായിരിക്കും പോകുന്നത്. റോമൻ, പേർഷ്യൻ, തെക്ക് കിഴക്കൻ ഏഷ്യൻ വ്യാപാരികൾ അവിടെ എത്തുമായിരുന്നു. സുവിശേഷം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ ആ സ്ഥലങ്ങളിലൂടെ ആകാം. ഒത്തിരി പേര് പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരുണ്ട്, അതുകൊണ്ടാകാം ഇത് തോമാശ്ലീഹ അവിടെ തെരഞ്ഞെടുത്തത്, ആ ഒരു വ്യാപാര പാത പിന്തുടർന്നതും. കേരളത്തിൽ നിന്ന് കിഴക്കൻ തീരത്തേക്ക് വ്യാപാര മാർഗങ്ങൾ ഉണ്ടായിരുന്നല്ലോ. തോമാശ്ലീഹ ആ പാതയിലൂടെ സഞ്ചരിച്ചിരിക്കാമെന്നും ചില ചരിത്രകാരന്മാർ പറയുന്നു. സഭാ പാരമ്പര്യം പറയുന്ന മിഷൻ കേരളത്തിൽ മാത്രം ഒതുങ്ങാതെ ദക്ഷിണേന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിലും സുവിശേഷം പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. വിശുദ്ധ തോമാശ്ലീഹയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ നാനാഭാഗത്തും പോയി സുവിശേഷം പ്രഘോഷിക്കുക എന്ന് തന്നെയാണ്. അത് സ്വർഗാരോഹണത്തിന് മുമ്പായി ക്രിസ്തു നൽകിയ മെസ്സേജ് തന്നെയാണ്. ഒരു ശില്പി എന്ന, തച്ചൻ എന്ന നിലയിലാണ് വന്നതെന്ന് ആക്ട്സ് ഓഫ് തോമസ് പറയുന്നു. അതുകൊണ്ട് ഇന്ത്യയിൽ വന്നത് ശില്പിയുടെ ജോലിക്കാണ് എന്ന് ചിന്തിക്കില്ലേ? ക്രിസ്തുവിന്റെ അപ്പോസ്തലൻ ലോകത്തിന്റെ രാജാക്കന്മാർക്കല്ല, ദൈവരാജ്യത്തിന് വേണ്ടിയാണ് യഥാർത്ഥ കൊട്ടാരം പണിയുന്നത്. അതിനാൽ ചരിത്രപരമായി കൂടുതൽ സൂക്ഷ്മമായി പറയേണ്ടത് തോമാശ്ലീഹയുടെ ഇന്ത്യ യാത്രയുടെ
പ്രധാന ലക്ഷ്യം സുവിശേഷ പ്രഘോഷണം തന്നെയാണ്. യേശു തൻ്റെ അപ്പോസ്തലന്മാരെ ആദ്യം അയച്ചത് എവിടെയാണ്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10 5 മുതൽ 6 വരെ വാക്യങ്ങൾ. ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുക്കിലേക്കാണ്. എന്നാൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28 വാക്യത്തിൽ എന്താ പറയുന്നത്? യേശുവിന്റെ ഉയർപ്പിന് ശേഷം സകല ജനതകളുടെയും അടുക്കിലേക്ക് പോകാൻ പ്രഖ്യാപിക്കുകയാണ്, കൽപ്പിക്കുകയാണ്. അതനുസരിച്ചാണ് വിശുദ്ധ തോമാസ് ശ്ലീഹ ഇന്ത്യയിലെത്തിയതും എന്നാണ് പാരമ്പര്യമായി പറയുന്നത്. 5 ഭാഗങ്ങളായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് തോമാസ് ശ്ലീഹയുടെ ചരിത്രം തന്നത്. മറ്റൊന്നുമല്ല, ദുഃഖ്രാന എന്ന തിരുനാളിനെ പറ്റി വളരെ ചെറുതായി വിശുദ്ധന്മാരുടെ പുസ്തകങ്ങളിലും മറ്റുള്ളവരും കൊടുക്കുമ്പോൾ എനിക്ക് തോന്നി അത് പോരാ, വിശദമായിട്ട് സാധാരണക്കാർക്ക് ദുഃഖ്രാനയെ പറ്റി അറിയണം. തോറാന എന്ന് പറഞ്ഞ് നാം ദുഃഖ്രാനയെ മറ്റൊരു പേരിലാക്കുമ്പോഴും അതിൻ്റെ സ്മരണ അല്ലെങ്കിൽ അനുസ്മരണം എന്ന അർത്ഥത്തിലൂടെ പോയി ഈ ചരിത്രങ്ങൾ അല്പമെങ്കിലും നിങ്ങളിലേക്ക് നൽകണമെന്ന് എനിക്ക് ആഗ്രഹിച്ചു. ഏവർക്കും ദുഃഖ്രാന തിരുനാളിൻ്റെ ആശംസകൾ നൽകിയാണ്. വിശുദ്ധ തോമസ് ശ്ലീഹായുടെ മധ്യസ്ഥത്തിലൂടെ ഈശോയിൽ നിന്ന് ഒത്തിരി അനുഗ്രഹങ്ങൾ പ്രാപിക്കട്ടെ എന്ന് പറയുകയാണ്. നിങ്ങളിലെയും നിങ്ങളുടെ കുടുംബത്തിലെ ഏവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്രമിച്ചേക്കട്ടെ. നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.